പൈശാചികദാസന്മാരുടെ പിന്നാലെ തുള്ളിച്ചാടിപ്പോകുന്ന അമ്മമാർ ഇത് കേൾക്കുക. ദുരുപദേശം കേൾക്കുവാൻ പൈശാചികദാസന്മാരുടെ അടുക്കൽ കുടുംബസമേതം പോകുന്ന അമ്മമാർ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുക. നിങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും നാളെ ഈ ഗതി വരാതിരിക്കട്ടെ. ദൈവദാസന്മാർ എന്ന് കരുതി ആളുകൾ ഈ പൈശാചികദാസന്മാരുടെ അടുത്ത് പോകുന്നു. ലോകമനുഷ്യനെന്നും ദൈവദാസന്മാരെന്നും രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ടെന്ന് അവർ മൊണ്ണകളായ വിശ്വാസികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ലോകമനുഷ്യർ അല്ലെങ്കിൽ ജഡീക മനുഷ്യർ ഒരിക്കലും ദൈവരാജ്യം പ്രാപിക്കില്ലെന്നും ദൈവമക്കളാകുവാൻ നിങ്ങൾക്കുള്ള സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും അമർത്തിക്കുലുക്കി ഇവർക്ക് നൽകിയാൽ, ഇവരുടെ കൂട്ടായ്മകളിൽ പങ്കെടുത്താൽ ദൈവരാജ്യപ്രവേശനം സാധ്യമാകുമെന്നും ഇവർ പഠിപ്പിക്കുന്നു. ഇപ്രകാരം തലച്ചോർ ഫോർമാറ്റ് ചെയ്യപ്പെട്ട മൊണ്ണ വിശ്വാസികൾ ഇവരുടെ അടിമകളായി പോകുന്നു. സകലതും ഇവർക്ക് നൽകുന്നു. അതുപോലുള്ള വിശ്വസിപ്പീരാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ അടുത്ത് പോകുന്നവർ ലോകത്തെ ഭയക്കും, വെറുക്കും. എന്തെങ്കിലും അനർത്ഥങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവകോപം കൊണ്ടാണ് എന്നിവർ സ്വയം വിശ്വസിക്കുന്നു. ഈ പൈശാചിക കൂട്ടായ്മകളിലേക്ക് ഓടുന്നു. പാമ്പാടി സ്വദേശിയായ സിസിലിയുടെ വാക്കുകൾ കേൾക്കുക. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച മിടുക്കനായ മകന് ഇപ്പോൾ 34 വയസ്സായി. ഈ പൈശാചിക കൂട്ടായ്മകളിൽ പോയ അവന് സംഭവിച്ചത് എന്താണെന്ന് കേൾക്കുക. ഹലോ, സുനിൽ സാറാണോ? അതെ. സാറിന്റെ എല്ലാ ന്യൂസും ഞാൻ കാണും. ഞാനൊക്കെ 7ാം ക്ലാസ് പഠിച്ചൊരു വീട്ടമ്മ. ഈ ജോൺ താരു, ടിനു ജോർജ്, തങ്കു ഇവന്മാരുടെ എല്ലാ സഭയില് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓടി കിടന്നു. പക്ഷെ നമുക്കത് വലിയൊരു നഷ്ടമായിപ്പോയി. എന്റെ മോന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചേ. ഇപ്പൊ 36 വയസ്സുണ്ട്. ഞങ്ങൾ അവനൊരു 18 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇതിൽ പോയത്. ഞങ്ങൾ ഓർത്തഡോക്സുകാരായിരുന്നു. അവിടെ പോയി ഇവന്മാരുടെ ദുരുപദേശമൊക്കെ കേട്ട് അവസാനം അവൻ ഡിപ്രഷനിലോട്ട് പോയി. പിന്നെ ലോകത്തിലോട്ട് വഴക്കിടാനായിട്ട് ഇറങ്ങി. അങ്ങനെ കേസായി, വഴക്കായി, പോലീസ് സ്റ്റേഷനായി. അവൻ മരുന്ന് കഴിക്കത്തില്ല. അവനൊരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൻ അതെല്ലാം നെറ്റി നോക്കിയിട്ട് അതിന്റെ ദോഷവശങ്ങൾ പറഞ്ഞിട്ട് അവൻ അത് കഴിക്കാറില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. ഇപ്പൊ ഞങ്ങള് സഭയിൽ നിന്നെല്ലാം പോയി. ഞങ്ങളിപ്പം ഇതിനെയൊന്നും സഭയെന്ന് വിളിക്കല്ലേ, പൈശാചിക കൂട്ടായ്മ. സാറിപ്പോ ഈ സത്യങ്ങൾ ഇട്ടപ്പോഴാണ് നമുക്ക് ഇവന്മാര് കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു നമ്മളോട്. ഇപ്പം ജോൺ താരിന്റെ സഭയിൽ നിന്നപ്പം പുള്ളി കുറെ കള്ളത്തരങ്ങൾ, നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണമെന്ന് മോനെ പഠിപ്പിച്ചപ്പോ അവനത് എതിർത്ത്. അപ്പൊ ഇവന്മാരവന് വട്ടാണ് എന്ന് പറഞ്ഞ് അവൻ അങ്ങനായി. അപ്പം തങ്കുവിന്റെ സഭയിൽ പോയപ്പോ ഇവനെ ക്യാഷ് ഇരുത്തി ബില്ല്. അപ്പം ഇവൻ ഇങ്ങനെ എസ് പോലെ എഴുതിയിട്ട് ഒരു വരയങ്ങിടും. അപ്പൊ അതിലൊരാൾ പറഞ്ഞ് നിന്റെ പേരെഴുതി വേണം രസീത് എഴുതുക. അപ്പോൾ ഇവൻ ചോദിച്ച് എന്റെ പേരെഴുതി ഇടാൻ ഞാനിത് എന്റെ വീട്ടിലല്ല കൊണ്ടുവന്നത്, സഭയിലോട്ടാണ് വരുന്നത്, അപ്പൊ ഞാൻ എഴുതത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവളെ വഴക്കുണ്ടായി. ഇവ ഇച്ചിരി ദേഷ്യക്കാരനാ. അപ്പൊ അവൻ പറഞ്ഞു നിന്റെ ഒന്നും എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് പിന്നെ ഇയാളങ്ങ് ടിനുവിന്റെ അടുത്ത് പോയി. ടിനുവിന്റെ അടുത്ത് പോയപ്പോ ടിനു പിന്നെ കുറെ എല്ലാവർക്കും ഗുണ്ടകളുണ്ട് സാറ്. നമുക്ക് എല്ലാവർക്കും സത്യങ്ങൾ അറിയാം. പക്ഷെ ഇവന്മാരുടെ പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇവന്മാർക്ക് ജയിലിൽ കിടന്ന് കഞ്ചാവും കൊലപാതകവും ഒക്കെ ചെയ്തവരെയൊക്കെ ഇവന്മാര് രാഷ്ട്രീയത്തിൽ കൂടെ കളിച്ച് പൈസ കൊണ്ട് വെളിയിലിറക്കി എല്ലാവരും ഇവന്മാരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും സത്യങ്ങൾ പറയാൻ എല്ലാവർക്കും സത്യം ഇപ്പൊ സാറിന്റെ ഇതെല്ലാം കണ്ട് സത്യം അറിയാം. പക്ഷെ പേടിച്ച് ഒത്തിരി പേര് ഈ ഗുണ്ടകളെ പേടിച്ചു. ഇവന്മാര് അങ്ങനത്തെവരാണ്. മക്കളുള്ളവർക്ക് ഒന്നുകൂടെ പേടിയാണ്. ഇപ്പൊ എന്റെ മോനെയൊക്കെ ഒരു പരുവത്തിന് ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പൊ ഞങ്ങൾ ഒരിടത്തും പോകത്തില്ല. ഞങ്ങൾ പറഞ്ഞു മരിക്കുമ്പോൾ ഞങ്ങളെ മെഡിക്കൽ കോളേജിന് എഴുതി കൊടുക്കാം. എല്ലാരും ചോദിക്കും നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ശുശ്രൂഷ ഉണ്ട്. അപ്പൊ എന്റെ മോള് നേഴ്സ്, അവള് പറഞ്ഞ് മരിക്കുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിന് എഴുതി വെച്ചിട്ട് എന്തായാലും അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ മരിക്കുന്നെങ്കിൽ അപ്പൊ ആരെങ്കിലും എന്തായാലും വാട എടുക്കുമെന്ന് എഴുതി പോലും ഭൂമി ഇട്ടേക്കത്തില്ല. ഞങ്ങളെ കൊണ്ടുപോകും. എന്നുവെച്ചാൽ മോനെ കൊണ്ട് ഞങ്ങൾ അത്ര നല്ലൊരു മോനായിരുന്നു. ഇവന്മാരെല്ലാം കൂടെ അവനെ നശിപ്പിച്ച് ഇപ്പം മരുന്ന് കൊടുത്ത് നമ്മള് ഉള്ളൂരെ ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടറെ മരുന്ന് കൊടുത്തവൻ നോർമലായി വന്നോണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ പോവാൻ നമുക്ക് പേടിയായി പോയി. അല്ല, ഇനി എന്തിനാ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം തിളച്ച എണ്ണക്കകത്ത് വേണ്ടിട്ട് വീണ്ടും അതിനകത്ത് ചാടാൻ പോവുമോ ആരെങ്കിലും? ഇനി പോത്തില്ല മോനെ, ഇനി ഒരിക്കലും പോത്തില്ല. നല്ലോണം പഠിച്ച് ഫാത്തിമ പഠിച്ച് ക്ലാസ്സിലൊക്കെ അവൻ 2ാം സ്ഥാനമായിരുന്നു, ടോപ്പായിരുന്നു. അവന്റെ അപ്പനും അറ്റാക്കൊക്കെ വന്ന് ഒരുപാട് പ്രശ്നത്തിൽ കൂടെ പോയി. കള്ളന്മാര് ഭയങ്കര ഇവന്മാരുടെ സഭയ്ക്കകത്ത് പൈസ ഉള്ള പെൺപിള്ളാരെ നോക്കി ഇവന്മാരുടെയൊക്കെ കൂടെ കുറെ നാറികൾ നിൽപ്പുണ്ട്. അവന്മാരെല്ലാം അങ്ങ് കെട്ടിച്ച്
ആ ഒരു കൊച്ചാവോ അല്ലെങ്കിൽ ഗർഭിണി ആയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞിന് 2-3 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഇവന്മാർ അടുത്തൊരു പണക്കാരി വരുമ്പം ഇവന്മാർ ആ കൊച്ചിനെ ഇതെല്ലാം ആലോചിക്കാൻ പോകുന്ന ഈ മുൻ സ്ഥാനത്ത് ഇരിക്കുന്ന ജോൺതാരുവിന്റെ ഭാര്യയൊക്കെ ആ സഭയ്ക്കകത്തൊക്കെ അങ്ങനെയാ. ഒത്തിരി അപ്പനും അമ്മയും ഇങ്ങനുണ്ട്. കണ്ണീര് ഈ ശുശ്രൂഷ കഴിക്കുമ്പോ ഇവന്മാര് കള്ളന്മാരാന്ന് നമുക്ക് ഇപ്പല്ലേ മനസ്സിലാവുന്നത്. ഇവന്മാര് നിന്ന് പ്രസംഗിക്കുമ്പോ നമുക്ക് ഇവന്മാരുടെ ചതി അറിയത്തില്ലല്ലോ അവനെ. പിന്നല്ലേ നമ്മൾ ഇവന്മാരുടെ ചതിയൊക്കെ മോനെ പോലുള്ളവരെയൊക്കെ ദൈവം എഴുതിപ്പിക്കുന്നേ. ഞങ്ങൾ എന്നെ പ്രാർത്ഥിക്കും ആരോഗ്യ ആയുസ്സും കൊടുക്കണം. ഞാൻ കൊണ്ടാ പറഞ്ഞേ ഇവന്മാർക്ക് ഗുണ്ടകളുണ്ട്, മോൻ സൂക്ഷിച്ചോണം. ഉള്ള ജയിലിൽ കിടന്നവന്മാരെല്ലാം ഈ പിണറായിയുടെയും ഈ കോൺഗ്രസ്സുകാരും ഈ BJP-ക്കാരുടെ എല്ലാവരും കയ്യിൽ പൈസ കൊടുത്ത് ഈ കള്ളന്മാരൊക്കെയാണ് ഇവന്മാർക്ക് ഗുണ്ടകൾ. അതുകൊണ്ട് മോൻ വളരെ സൂക്ഷിച്ചോണം. എനിക്ക് 7ാം ക്ലാസ് വരെ പഠിത്തുള്ളൂ. ഞാൻ എന്ന് രാവിലെ എണീച്ചാൽ ഞാൻ എൻ്റെ മോൻ്റെ വാർത്ത എന്ന് നോക്കും. മറ്റേത് ഞാൻ ഇവന്മാരുടെ മെസ്സേജ് ആയിരുന്നു TV-യിൽ നോക്കുന്നത്. അപ്പം എൻ്റെ മക്കൾ എന്നെ വഴക്കുറയും, മമ്മിക്ക് തീർന്നില്ല ഇത്രയും പ്രശ്നം വന്നിട്ട്. നമ്മൾ വിചാരിച്ചു മോനെ എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ആയി ഒരു രക്ഷാകവചം ദൈവവചനത്തിൽ കൂടെ കിട്ടുമെന്ന്. പക്ഷെ അത് ചതിയായെന്ന് പിന്നെ അറിഞ്ഞ ഇവന്മാരിതിൻ്റെ അകത്ത് നടത്തുന്ന എല്ലാം ഒത്തിരി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇങ്ങനെയുള്ള ഈ പൈശാചിക കൂട്ടായ്മയിൽ, അതായത് ഒന്ന് ഓർക്കണം, നമ്മുടെ ഈ മിടുക്കനായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കനായിട്ടുള്ള മോനെ ദുരുപദേശം കൊടുത്ത് നശിപ്പിക്കുന്ന ഓർത്തോണം. 10ാം ക്ലാസ് 10 പ്രാവശ്യം എഴുതിയിട്ട് ഈ മണ്ടന്മാരായിട്ടുള്ള ഈ പന്നകളാണെന്ന് ഓർത്തോണം. നമ്മുടെ മിടുക്കരായിട്ടുള്ള മക്കളെ അവരുടെ ഒരു ഇന്റലക്ച്വൽ ലെവല്, അവന്റെയൊക്കെ ചിന്താശക്തി കൊണ്ട് അവനൊക്കെ ചിലപ്പം ഇവർക്കൊന്നും ദഹിക്കാത്ത പല കാര്യങ്ങൾ ചോദിക്കും. നമുക്ക് വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അന്തം വരുന്ന കാര്യങ്ങൾ അവൻ സംസാരിക്കും. അന്നേരം അത് അവന്റെ മാനസിക പ്രശ്നമാണ്, അത് അധിക പ്രസംഗമാണ്, അത് പൈശാചിക ബാധയാണെന്നൊക്കെ പറഞ്ഞ് ഈ കള്ളന്റെ ഒക്കെ മുന്നിൽ ഇട്ടുകൊണ്ട് കൊടുത്താൽ നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരുടെ ചിന്താഗതികളെ ഇവന്മാരെ നശിപ്പിച്ചു കളയും. മനസ്സ് ഇവന്മാരെ അടിച്ചിരുത്തി കളയും. ഇപ്പൊ കണ്ടില്ല അവന്റെ ഹൃദയം തകർത്ത് കളയും. എന്നിട്ട് അവർക്കൊരു തോന്നലുണ്ടാവും, ഞാൻ ഈ ഭൂമിക്ക് മേളിൽ അല്ലെ ജീവിക്കാൻ കൊള്ളാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, അല്ലെ ഞാൻ അങ്ങനെയാണ്, അല്ലെ നിനക്ക് പൈശാചിക ബാധ, നിനക്ക് വട്ടാന്ന കുരുത്തിനോടൊക്കെ പിള്ളേരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരങ്ങ് ഹൃദയം തകർന്നു പോകും. അവർക്ക് മൊത്തത്തിൽ വീട്ടുകാരോടും ദേഷ്യമാകും, ലോകത്തോട് വിഷമമാകും, അവർ ഇറങ്ങുന്നിടത്തെല്ലാം പ്രശ്നക്കാരായി മാറും. അതേസമയം നിങ്ങൾ അവനെ ഒന്ന് സ്നേഹിച്ച് അവന്റെ കാര്യത്തിന് വിട്ടു നോക്കി, അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിട്ടേ. അപ്പോഴും അവന്റെ പൊക്കിൾ കൊടി മുറിക്കാത്ത രീതിയിൽ അവനെ പിടിച്ചു വെച്ചുകൊണ്ട് നടക്കരുത്. അവനെ അവന്റെ പാട്ടിന് വിട്. അവൻ പുറത്തിറങ്ങട്ടെ, അവൻ ആളുകളുമായിട്ട് ഇടപെടട്ടെ, അവൻ ലോകം കാണട്ടെ. അവന് ചെറിയ തട്ടിപ്പുകളും അവൻ ചെറിയ പറ്റിക്കലിലൊക്കെ അവൻ വീഴും. അവന് റെസിസ്റ്റൻസ് ഉണ്ടാവും. അവൻ ആളുകളുമായിട്ട് ഇടപെട്ട് അവൻ നാട്ടുകാരും ഇടപെട്ട് ലോകം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവൻ നല്ല മിടുക്കനായിട്ട് മാറും. അവനെ പിടിച്ച് മരുന്നും കഴിപ്പിച്ച് അവനെ പിടിച്ച് ബ്രോയിലർ കോഴിയെ പോലും ഇടാതെ വീട്ടില് അവനെ പുറത്തിറക്കി വിട്. അവൻ ആളുകളുമായിട്ട് ഇടപെടട്ടെ, അവൻ ലോകം കാണട്ടെ. ഞാനപ്പോ ഇതെല്ലാം കണ്ടപ്പോ ഞാൻ മോനെ എന്ന് വിളിക്കും. എല്ലാവർക്കും ഇത് അറിയാൻ മോനെ, എല്ലാരും പേടിച്ച, മക്കളുള്ളവര് പ്രത്യേകിച്ച് പേടിച്ച. ഇവന്മാര് കൊണ്ടുപോയി സ്കൂട്ടർ ഇടിച്ചാ പോരെ. അങ്ങനൊക്കെ പേടിച്ചിട്ട് കാര്യം, അങ്ങനൊക്കെ നമ്മൾ പേടിച്ചിട്ട് കാര്യം. വെള്ളരിക്കാൻ പോട്ടോ. നമ്മളൊക്കെ എങ്ങനെ നടക്കുന്നത്? നമ്മളെ സുഖം സംബന്ധിച്ച് നമ്മൾ സത്യം പറയുന്നതിൻ്റെതായ ഒരു പരിചയം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. പിന്നെ വരുന്നിടത്ത് വെച്ച്, അല്ലാതെ നമുക്ക് വല്ലവനും നമ്മളെ കൊല്ലും, നമ്മളെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ നമ്മളെ തീർത്ത് കളയും എന്ന് പറഞ്ഞ് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പിള്ളേർക്ക് ധൈര്യം കൊടുക്കുക, ഒന്നും സംഭവിക്കത്തില്ല. സാറിനെ വിളിക്കും, മോനെ വിളിക്കണം എന്റെ ഭർത്താവിന് ഭയങ്കര പേടി. എന്റെ ഇതൊന്നും വിളിച്ചൊന്നും പറയരുത്, നമുക്ക് ഈ ഭൂമി ചാവുന്നിടം വരെ ജീവിച്ചേ പറ്റും. ഒന്നുമില്ല, ഇങ്ങനെ പുഴുപോലെ എന്തിനാ നമ്മൾ പേടിച്ചാണ്ട്? അത് ഒന്ന് ഇവന്മാരുടെ നമ്മുടെ മനസ്സമാധാനം കളയും. ഇവന്മാര് പറയുന്ന ഈ പൈശാചിക ശക്തിയെന്നും അതും ഇതും നോക്കി പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയും, നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കളയും. ഇതൊന്നുമല്ല, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ തമ്മിലിരുന്ന് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾ നടത്തുക. നമ്മുടേതായ ദൈനംദിന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ മറ്റൊരിൽ ആശ്രയിച്ച് പൈശാചിക ശക്തികളിൽ ആശ്രയിച്ച് പോകാതെ നിങ്ങൾ വീട്ടിൽ കുടുംബമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഇതിങ്ങനെ കൊണ്ട് അനുഗ്രഹങ്ങളൊന്നും കെട്ടിയിറക്കി തരുന്ന സാധനമല്ല. മോൻ ഇവന്മാരുടെ കള്ളത്തര നമുക്ക് സഭയിലൊക്കെ നിന്നപ്പോ അറിയാം. എങ്കിലും നമ്മൾ പേടിച്ച് ഒരു സഭയിൽ ഒരു സഭയിലോട്ടും അവിടെ ചെല്ലുമ്പോഴും ഇത് തന്നെ, അടുത്തടുത്തോട്ട് പോകുമ്പോ ഇതിന്റെ അപ്പുറം. ഇതെല്ലാം വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള ഇത് പൈശാചിക പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇവരുടെ ഒന്നും 7 അയലോകത്തോടി പോകരുത്. അന്നേരം വീട്ടിലിരുന്ന് നമ്മൾ പിന്നെ ഈ പറഞ്ഞ ബാക്കി ഒന്നിനെ കുറിച്ചും കൺസേൺ ആവശ്യമില്ല. ചാകാൻ എന്തിനാ പേടി? നാളെ ആന്റിയും മരിക്കും, ഭർത്താവ് മരിക്കും, മോനും മരിക്കും, ഞാനും മരിക്കും. ഇതിനെക്കുറിച്ച് അത് ഇപ്പോഴാണോ നാളെയാണോ ഒന്നും ഇതിനെക്കുറിച്ച് നമ്മൾ കൺസേൺ ആകേണ്ട ആവശ്യം എന്തായിരിക്കുന്നേ? പേടി എന്തിന്? അതിന്റെ ഒന്നും ഒരു പേടിയുടെ ആവശ്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോരോ സമയത്തും നടക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ നമ്മുടെ പാട്ട് നമ്മൾ ക്ലിയർ ആയി പോവുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിൽ മുഴുകുക. ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഭാവനാ ലോകത്ത് നമ്മളിങ്ങനെ നടക്കുക. നമ്മളിരുന്ന് ചിന്തിച്ചു കൂട്ടുക വീട്ടിലിരുന്ന് പരിപാടികളൊന്നും ഇല്ലാതെ.
അതാ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ഈ സ്ത്രീജനങ്ങൾ ഇന്ന് വീട്ടിലൊരു പണിയില്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാരുടെ പുറകെ ഓടുന്നത്. കാര്യമായ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഒന്നേ ഭർത്താക്കന്മാരെ ഏതെങ്കിലും ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നു, അന്നേരം വീട്ടിലിരുന്ന് ഇവർക്ക് അമിതാഗ്രഹമാ. കൊട്ടാരം വേണം, മക്കൾക്ക് ഉന്നതയിലെത്തണം, വിദേശത്ത് പോകണം, സമ്പത്ത് വർദ്ധിക്കണം. അന്നേരം എന്താ പറഞ്ഞേ, ഇവന്മാരൊക്കെ ഇങ്ങനെ അടുത്ത് പോയി ഇവന്മാരുടെ പ്രാർത്ഥന കൂടിയാ വല്ലതും കിട്ടുമോന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഓടുക. അനുഗ്രഹം വല്ലതും വാരി കിട്ടിയാല് നഷ്ടമൊന്നുമില്ലല്ലോ. ആണ്, നഷ്ടമേ ഉള്ളത്. കാശും പോയി, സ്വസ്ഥതയും പോയി. 34 വയസ്സുള്ള മോന് ചോറിന്റെ അകത്തും ജ്യൂസിന്റെ അകത്തൊക്കെ ഡിപ്രഷന്റെ ഗുളിക പൊടിച്ച് കൊടുക്കുക. അത് അറിഞ്ഞും കഴിക്കത്തില്ല അവനെ. ഒക്കെ പറഞ്ഞ 6 മാസം അങ്ങനെ കൊടുക്കുകയെന്ന്. ഒത്തിരി പ്രശ്നമാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇവന് ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, എന്താടാ എന്നെ നോക്കുന്ന, എന്താടാ നീ എന്നെ കുറിച്ച് പറഞ്ഞ, അങ്ങനെ വഴക്കുകളാണ്. അതിനെ കോളേജ് യഥാർത്ഥ പ്രശ്നം ഒന്ന്, അവനെ ഡിപ്രഷന് കാരണമായ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവനെ സ്നേഹത്തോടെ, അവനെ ഒരു രോഗിയെ പോലെ ട്രീറ്റ് ചെയ്യാതെ, അവനെ ഒരു ഉത്തരവാദിത്തമുള്ള 34 വയസ്സുള്ള ചെറുപ്പക്കാരനല്ലേ, നമ്മളവന് ബലം കൊടുക്കുക. നമ്മളോട് അവനെ പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞാൽ അവന് തന്നെ ഒരു തോന്നലുണ്ടാകുവാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നൊരു തോന്നലുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവനെ ലോകത്ത് എല്ലാവരോടും വെറുപ്പായിട്ട് നടക്കുക. നല്ലൊരു കൺസൾട്ടേഷൻ അവനെ കൊണ്ടുപോകുക. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും ഈ പൈശാചിക ദാസന്മാരുടെ അടുത്തൊന്നും കൊണ്ടുപോകരുത്. ഇവൻ പറയുന്നത് പൈശാചിക ബാധയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള പൈസയും കൂടെ മാറി ഊറ്റും. നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആദ്യം നല്ല രീതിയിൽ അവനെ കൺസൾട്ടേഷൻ കൊണ്ടുപോകും. അവന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക, അവനുമായിട്ട് സംസാരിക്കുക, അവനെ നന്നായിട്ട് നിങ്ങൾ സ്നേഹിക്കുക, അവന് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അവനെ നിങ്ങൾ ബലപ്പെടുത്തുക. നിങ്ങളും പേടിച്ചിരുന്ന അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ ഒരു സൈഡിൽ കൂടെ ചങ്കത്തടിയും നിലവിളിയും കാണുമ്പോൾ വീണ്ടും അവന് പ്രശ്നം കൂടും. അവനെ റെസ്പോൺസിബിലിറ്റി, അവനെ മിടുക്കനാക്കിയാൽ നീ മിടുക്കനാ. അവന് ആ തരത്തിൽ അവനെ എൻകറേജ് ചെയ്യും. ഓരോ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്ത് അവനെ അത് ചെയ്യുമ്പോൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. അവന്റെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോവാ. അവന് ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായിക്കൂടെ. ഈ കള്ളന്മാരുടെ അടുത്ത് കൊണ്ടുപോയി അവനെ എന്തോ ഒരു രോഗഭേദ പിശാചി ബാധയുള്ളവരെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ അവനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ബാധ എന്ന് പറയും. അത് പറഞ്ഞു അവന്റെ മനസ്സിൽ അങ്ങനെ അങ്ങ് നിറഞ്ഞുപോയി. അവന്റെ മനസ്സിൽ അത് സെഡിമെന്റ് ആയി അവൻ അടിഞ്ഞു കിടക്കുക. അവൻ എന്തോ പ്രശ്നമാണെന്ന് ഓർത്ത് അവൻ നടക്കുക. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുക, കാര്യങ്ങൾ സംസാരിക്കുക. അനി ജോർജിനും ജോൺ താരുവിനും ഈ തങ്കുവിനും സിനുവിന് മാത്രമേ ഉള്ള കുറെ കളിപ്പിക്കില്ലെന്നുണ്ടപ്പോ പകുതിയായപ്പോ ഞങ്ങൾ അവിടുന്ന് ചാടി. ഇവന്മാരെല്ലാം നന്നായിട്ട് പൈസ നിങ്ങളെ നിന്ന് തട്ടിച്ചെടുത്തോ? ഇഷ്ടംപോലെ പൈസയും കൊടുത്ത് ഞങ്ങളെ വീടുമായിട്ടൊക്കെ ഇവന്മാർക്ക് നല്ല അടുപ്പമായിരുന്നു. അങ്ങനെ ഇവന്മാരുടെ കള്ളങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യണോന്ന് പറയും. അപ്പൊ മോൻ ഇതിനെ എതിർത്ത് പരിഹാരം എന്തെന്നൊക്കെ ഇവന്മാര് പറയുന്നത് വചനത്തിൽ കൂടാണ്. പിന്നെ ഇപ്പൊ മോന്റെ കാര്യം പറയുന്നത്, ഒരു ബൈബിളിലുണ്ടല്ലോ ഒരു പയ്യൻ ഇങ്ങനെ ഡിപ്രഷൻ കൂടി ചെങ്ങലയില് കല്ലറക്കയിലൊക്കെ ഇരുന്നത്. അങ്ങനെ ഇവനെ ദൈവം സൗഖ്യമാക്കും, നിങ്ങൾ മരുന്നിനെ ആശ്രയിക്കരുത്, ഇവനെ സഭായോഗത്തിൽ കൊണ്ടിരുത്തോ, ഉപവാസ പ്രാർത്ഥനയെ കൊണ്ടിരുത്തോ. ഇവൻ വരത്തില്ല, ഇവന് ഇഷ്ടമല്ലേ. ഇവന്മാർക്ക് ആളാകാൻ വേണ്ടി ഇവൻ പറയുക ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അതാണ് മറ്റേ മറിച്ചാന്ന് പറഞ്ഞിട്ട് ഇവനെ പബ്ലിക്കലി ഇവനെ മാറ്റിച്ചു കളയവന്മാര്. അവന്മാരെ ഇപ്പൊ മോന്റെ അടുത്ത് അവന്മാരെ അടിക്കും. അതുകൊണ്ട് ഞങ്ങൾ എവിടെയും പോകത്തില്ല. അവന്മാര് വചനത്തിന് വിരുദ്ധമായിട്ട് സംസാരിച്ച് ഇവൻ അപ്പോഴേ ചാടി എണീച്ച് അവന്മാരെ കൂടെ വയ്ക്കുന്നവരെയൊക്കെ പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ എവിടെയും പോകത്തില്ല. ഇപ്പൊ ഒരു മാസം കൊണ്ട് അവൻ ശാന്തനായി വരിക. അവൻ ഈ വിശ്വാസത്തിപ്പോ ഇവന്മാര് പറയും ഇവനെ നിങ്ങൾ ഈ വിശ്വാസം മാനസികാവസ്ഥ നിങ്ങൾ അത് സത്യം. അത് തന്നെ മോനെ. അതുകൊണ്ട് ഇവ ആരുമായിട്ടും കൂടത്തില്ല. ലോകത്തിലുള്ളവരെല്ലാം അതെല്ലാം പൈശാചികം. എന്ത് ലോകം, എന്ത് പൈശാചികം, ഇതൊക്കെ ഇവന്മാരുണ്ടാക്കി അവന്റെ തലച്ചോറന്മാര് ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞു. അവന്റെ മനസ്സിൽ മൊത്തം ഇപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളാ. അവനെ തിരിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് അവനെ കൊണ്ടുവരണം. അവൻ ഇപ്പോഴും ഈ പറയുന്ന പോലെ വേറെ ലോകമൊന്നും പൈശാചികമൊന്നും വേറെ മണ്ഡലത്തിൽ അവന്റെ മനസ്സ് വ്യാപരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ ഒരു 6 മാസം എടുക്കും. 2013 തുടങ്ങിയതാ. അപ്പൊ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും. കുറച്ച് മരുന്ന് ഒരു 6 മാസം കഴിക്കട്ടെ, അതിൻ്റെ കൂടെ നമുക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. അവന് താല്പര്യമുള്ള മേഖലകളിലേക്ക് അവന്റെ മനസ്സിനെ ഈ പറയുന്ന ഇപ്പോഴും വീട്ടിൽ നിന്നുള്ള പ്രാർത്ഥനയും പരിപാടിയും ഈ വായനയും എന്നൊക്കെ മാറ്റി അവന്റെ മനസ്സ് അവന് ഇഷ്ടമുള്ള ഗ്രാജുവലി അവന് താല്പര്യമുള്ള മേഖലയിലേക്ക് അവനെ കൂടുതൽ ഒക്കെ കൊണ്ടുപോവുക. ജിമ്മില് ട്രെയിനറായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇതാ പഠിച്ചെങ്കിലും അതിനോടാ താല്പര്യം. ബോഡി ഫിറ്ററിന്റെ ഇതിനോടാ. ഇപ്പം ഞങ്ങൾ വിടാറില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് ഏതെങ്കിലും ജിമ്മിൽ വിട്ടിട്ട് നിങ്ങളും അടുത്ത് പോയി താമസിക്കുകയും മരുന്ന് കൊടുക്കും. അത് നല്ല ഒരു സജഷൻ. അവന് അത്തരത്തിലൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവനെ രാവിലെ അവന്റെ വർക്കൗട്ടും നടക്കും. അവൻ ഈ പറഞ്ഞ പോലെ ആളുകൾക്കൊക്കെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുക. അവന് താല്പര്യമുള്ള മേഖലയിലേക്ക് അവനെ അങ്ങ് വിട്. അപ്പൊ നിങ്ങളുടെ താല്പര്യമുള്ള മേഖലയിലേക്ക് അവനെ അടിച്ചേൽപ്പിക്കാതെ അവന് താല്പര്യമുള്ള മേഖലയിലേക്ക് പതുക്കെ അവനോട് പറയുക. അവന്റെ പഴയ അച്ചീവ്മെന്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടാ നമുക്ക് നീ തുടങ്ങ്.
എന്നൊക്കെ പറഞ്ഞ് അവനെ എൻകറേജ് ചെയ്ത് പതുക്കെ കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതായത് അവന് നല്ല കംഫർട്ടബിൾ ആകാവുന്ന നല്ല ഏതെങ്കിലും ഒരു പ്ലേസിൽ അവനെ ആക്കുക. പിന്നെ അവിടെ ചെന്ന ആളുകളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രീ ഹിസ്റ്ററി ഒന്നും ബ്രീഫ് ചെയ്യരുത്. അവനെ ആളുകൾ ഒരു അബ്നോർമൽ ആയിട്ടുള്ള രീതിയിൽ വീക്ഷിക്കുന്ന സ്ഥലത്തെത്തിയാൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. അവന് വേറെ ഇൻട്രഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവനെ ഒരു നോർമൽ പോലെ ആളുകളെ ഇടപെടാൻ അനുവദിക്കുക. അത്രേ ഉള്ളൂ മോനെ, ഇനി ഞങ്ങള് പോകത്തില്ല, ഞങ്ങൾക്ക് മതിയായി. അങ്ങനെ പോയി അവനെ ഗ്രാജുവലി അവന് ഇഷ്ടമുള്ള മേഖലയിലേക്ക് അവന്റെ താല്പര്യം വളർത്തി കൊണ്ടുപോവാ. അവിടാണ് നമ്മുടെ മിടുക്ക്. നമ്മുടെ സമയം അതിന് സ്പെൻഡ് ചെയ്യും. അങ്ങനെ അവനെ നമ്മൾ കെയർ ചെയ്യുന്നു, അവനോട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പാമ്പറിങ്ങും അല്ലാതെ അവനെ പരമാവധി ഇൻഡിപെൻഡന്റ് ആക്കി വിടാൻ നോക്ക്. വീടുകളിലെ കാര്യങ്ങളൊക്കെ നോക്കാനോ അവന് ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നതും ഒക്കെ ആരാ? എന്റെ പപ്പായ. ഇവനെ പുറത്തു വിടാൻ പേടിയാ. അങ്ങനെ പേടിച്ച കൂട്ടിനകത്തിട്ട് പൂട്ടാതെ അവന് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റി കൊടു. ഇപ്പം പിന്നെ അച്ഛന്റെ 2 സുഹൃത്തുക്കൾ വന്ന് ഈ പതുക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വിശ്വാസമുള്ള ആരുടെ കൂടെ ആദ്യമേ അവനെ അങ്ങനെ പോയി പരിചയമില്ലെങ്കിൽ അവനെ ഗ്രാജുവലി ആരുടെ കൂടെ കൊണ്ടുപോയി പതുക്കെ അറിയാമല്ലോ, പതുക്കെ അവൻ പോലും അറിയാതെ അവന് റെസ്പോൺസിബിലിറ്റി കൊടു. അവന് പല കാര്യങ്ങളിലും ജയിക്കാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊടു. എല്ലാ കാര്യത്തിലും അവനൊരു പൊട്ടനാന്നുള്ള രീതിയിൽ അവനെ ഡീൽ ചെയ്യാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും അവന് ജയിക്കാനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിക്കൊടു. അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ആക്കിയിട്ട് അവന് യുമാരുടെ അടുത്ത യുമാരുടെ ഈ പൈശാചികന്മാരുടെ പ്രസംഗങ്ങളോ മറ്റു പരിപാടികളോ ഒന്നും കാണാതെ അവന്റെ മനസ്സിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഫുൾ ഫോമാറ്റ് ചെയ്യണം. അവന്റെ മനസ്സിൽ നിന്ന് ഇതെല്ലാം പോകണം. അവനൊരു നോർമലായിട്ട് ചിന്തിക്കട്ടെ. ഡോക്ടർ അത് പറഞ്ഞു, ഇവിടെ ഇതെല്ലാം മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ദൈവം ഉണ്ടോന്ന് വെച്ചാൽ ദൈവമുണ്ട്. അത് നിനക്ക് വ്യക്തിപരമായിട്ട് മാത്രം മതി. വേറെ ഉപദേശത്തിൽ കൂടെ നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ കയറ്റി വെക്കണ്ട. ഇനിയും തൽക്കാലം അതിന്റെ പുറകെ അവനെ ആ ഒരു അന്വേഷണത്തിന്റെ പുറകെ അവൻ എന്താ പറയുക അവിടെ നിൽക്കട്ടെ. അവൻ സാധാരണ ഒരു മനുഷ്യനാകട്ടെ ആദ്യമേ. അവന്റെ മനസ്സിനെ തകർക്കാതെ അവൻ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യട്ടെ. അവൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് അവനെ ജീവിക്കാനാകാം. അവന് ആത്മീയനോ അവൻ മറ്റേ മാലാഹയൊന്നും ഇപ്പൊ ആകാൻ പോകണ്ട. ഇല്ല ഇനി അങ്ങനൊന്നും ഇല്ല. കഷ്ടപ്പെട്ട് ഇത്ര വളർത്തിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ വീട്ടുകളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ചർച്ചകൾ ഇത് നമുക്ക് എന്തോ പ്രശ്നമാണ്, ആരോ നമുക്കിട്ട് എന്തോ ചെയ്തതാണ്, ഇത് പൈശാചിക ശക്തി, ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വീട്ടിലേ സംസാരിക്കാതിരിക്കുക. വീട്ടുകാരെല്ലാം നിങ്ങൾ എവിടെങ്കിലും ഒക്കെ യാത്ര പോകുമോ, എന്റർടൈൻമെന്റ് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പോകുമോ, മനസ്സിന് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരുമിച്ച് പോകുമോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. നിങ്ങൾ ഇരുന്ന് വീട്ടിലുകളിൽ ഇരുന്ന് ഇത് എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് ആരെയൊക്കെയോ പഠിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇവന്റെ മനസ്സിൽ ഇത് രൂഢ മൂലമാവും ഇത്. ഇല്ല ഇനി അങ്ങനൊന്നും ചെയ്യത്തില്ലോ. എല്ലാവർക്കും ഞാൻ മോന്റെ അടുത്ത് പറയാം, ഈ സത്യം അറിയാം. എല്ലാവർക്കും അറിയാം. ജോൺ ഡാരിന്റെ സഭയിലാണ് മോളെയൊക്കെ കെട്ടിച്ചു കൊടുത്ത് തകർന്ന് തരിപ്പണമായ കുടുംബങ്ങൾ വരെ ഉണ്ട്. ഭയം കൊണ്ട് ആരും വെളിയിൽ വരത്തില്ല. ആളുകൾ വെളിയിൽ വരാൻ പറയുക. അവരവരുടെ അനുഭവങ്ങൾ ലോകത്തോട് വിളിച്ച് പറയും. ഇനി ആർക്കും ഇതുപോലത്തെ ദുരനുഭവങ്ങൾ ഉണ്ടാകരുത്, ആരുടെയും കുടുംബം തകരരുത്. ജോൺ ഡാരിന്റെ അവിടെ ഒരു സഭയിൽ നിന്ന് ഒരുത്തനെ കൊണ്ടൊരു പെൺകൊച്ചിനെ കെട്ടിച്ചു. മോക്ക് എയർപോർട്ടിൽ അവർക്ക് ജോലി. അവിടെ അപ്പനും അമ്മയും നല്ല നേവിയിലൊക്കെ നല്ല ജോലിക്കാരാ. ഈ ഇവന്മാരൊക്കെ ദൈവവിശ്വാസികളാണെന്ന് വിശ്വസിച്ച് നമ്മുടെ പെമ്മക്കളെ കള്ളുകുടിയനെയും കഞ്ചാവടിക്കാരനെയും കൊണ്ട് കെട്ടിക്കല്ലെന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കും. പക്ഷെ പിന്നല്ലേ ഇവന്മാർ അതിലും നികൃഷ്ട ജീവികളാണെന്നറിയുന്നത്. ജോൺ ഡാരിന്റെ സഭയിൽ നിന്ന് എന്റെ മോളെ ആലോചിച്ച്. അപ്പൊ എന്റെ മോള് അന്നേരം ഒന്നും മിണ്ടിയില്ല. ഒരു പയ്യനെ ആലോചിച്ച് അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ നെറ്റ് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവള് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അവള് വേറെയൊക്കെ പഠിച്ചേ. അന്നേരം ജോൺ ഡാരി ഞങ്ങളോട് പറഞ്ഞ് അവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെറ്റ് കയറി മോളെ നോക്കിട്ട് പറഞ്ഞു, മമ്മി അവൻ 8ാം ക്ലാസ് വരെ, അതുമല്ല ഈ കള്ളന്മാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. അവള് സ്വന്തമായിട്ട് അവൾ അവിടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടല്ലേ നോക്കി ആ പെൺകുട്ടി അവള് ഇങ്ങനെ കേട്ടപ്പം സാധാരണഗതിയിൽ ദൈവദാസനെ മറ്റതാന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരോടും ചാടി അങ്ങ് അതിലങ്ങ് മയങ്ങും. അന്വേഷിച്ചു, കണ്ടില്ലേ? അവരുടേതായ ആ പെൺകുട്ടിയാണെങ്കിലും അവരുടേതായ രീതിയിൽ അവളതിനെ അന്വേഷിച്ചു. അവന്റെ ബാക്ക്ഗ്രൗണ്ടും അവന്റെ കാര്യങ്ങളും കണ്ടെത്തി സ്വയം വിലയിരുത്തി. ഇതുപോലെ മോനെ പ്രാപ്തനാക്കണം. മോൾ അതുകൊണ്ട് രക്ഷയും പെട്ട് UK-ലും പോയി. അവള് കല്യാണം കഴിച്ച് മോനും UK-ലാ. അവരുടെ കുടുംബജീവിതം രക്ഷപ്പെട്ടില്ലേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് മാനസികമായിട്ട് ആ പെൺകുട്ടി അവള് നന്നായിട്ട് വളരുകയും അവളുടെ സ്വന്തം അവള് ബുദ്ധി ഉപയോഗിക്കുകയും അവളുടെ ആ വിവേക ബുദ്ധി അവൾ ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തുകൊണ്ടാണ് അവള് രക്ഷപ്പെട്ടത്. അവൻ തന്നെ ഇപ്പൊ ആ സഭയത്തുള്ള ഒരു കൊച്ചിനെ കെട്ടിയിട്ട് അവൻ ഡൈവേഴ്സായി. അതിനൊരു കൊച്ചുണ്ട്. ആ മോക്ക് 8 വയസ്സായി. അവൻ ഇത് അന്വേഷിക്കുക പോലും ചെയ്യത്തില്ല. എന്നിട്ട് അവൻ ഇപ്പൊ 2ാമത് കെട്ടി. അവന്റെ പേര് സുനിൽ എന്നാ. ഇതാ പറഞ്ഞ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഓരോരുത്തർക്കും പാഠമാകണം. ഇങ്ങനെ
കുടുംബം തകർന്നവര് നുറുങ്ങിയവര് പുറത്തു വന്നവർ പറയണം ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സുനിസാറിനെ വിളിച്ച് പറ സിസ്റ്റർ, ഇവന്മാർ ഇനി ആരെയും ചതിക്കില്ല. ഇവന്മാർ ഒരു പണക്കാരിയെ കണ്ട് കെട്ടും, ഒരു 2 കൊല്ലം 5 കൊല്ലം അല്ല ഒരു 3 കൊല്ലം ഇരിക്കും. അതിൽ ഇച്ചിരിയുടെ പണം വരുമ്പോൾ അപ്പൊ അത് ആലോചിക്കാൻ പോകുന്ന ജോൺകാരും ഭാര്യയാണ് ഈ നിൽക്കുന്നയോ. ഇയാൾക്ക് ഫാം ഉണ്ടായിരുന്നു, അവിടെ കുറെ പശുക്കളുടെ കൂടെ കുറെ അപ്പനും അമ്മയും ഇല്ലെന്നൊക്കെ പറഞ്ഞ് കുറെ അവന്മാരെ കൊണ്ടുവന്നിട്ട് തീറ്റി പോറ്റിയിട്ട് ഈ സഭയ്ക്കകത്ത് തന്നെയുള്ള പിള്ളേരെ, കാശുള്ള പിള്ളേരെ നോക്കി കിട്ടും. പാവപ്പെട്ട പിള്ളേർ നിൽപ്പുണ്ട്, 42 വയസ്സും 38 വയസ്സുമായി കല്യാണം നടക്കാത്ത പിള്ളേർ ഈ സഭകളിലെല്ലാം ഉണ്ട്. അവർ ഈ പാവത്തുങ്ങളാ, അവര് ഹിന്ദുക്കളിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഇവര് അത് ചെയ്യത്തില്ല. കാശുള്ള വീട്ടിലെ പിള്ളേരെയൊക്കെയാണ് ഇവന്മാർ ഇങ്ങനെ ചെയ്താണ് ചതിക്കുന്നത്. ഇതാകുമ്പോ ഇവന്മാർ നെറ്റ്വർക്കിൽ കിടക്കുകയും ചെയ്യും, ഒരു ആയുഷ്കാലം അവരൊട്ടും രക്ഷപ്പെടുത്തുമില്ല. ഇവന്മാർക്ക് ആയുഷ്കാലം ഇവരെ പലതരത്തിൽ ചൂഷണം ചെയ്യുകയും ചെയ്യാം. സഭയിൽ ആള് കുറയത്തതുമില്ല, അന്നേരം യുവമാർ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെല്ലാം യുവമാർക്ക് അറിയാം. അന്നേരം ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ആ പ്രശ്ന പരിഹാരകന്മാരായിട്ടും രക്ഷകരായിട്ടും യുവമാർക്ക് എപ്പോഴും അവിടെ ഒരു സ്കോപ്പ് ഉണ്ടാക്കും. യുവമാര് ഇവരുടെ കയ്യിൽ നിന്ന് ആയുഷ്കാലം ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സാറിനെ വിളിച്ച് സിസ്റ്റർ ഞങ്ങൾ എല്ലാവരും ഇത് കാണും. എന്നിട്ട് ആ മോളാണ് ഇപ്പം കല്യാണം കഴിക്കുന്നില്ല, അവർക്ക് പേടിയായി പോയി. ഈ അപ്പനും അമ്മയും വയസ്സായി, അവർക്ക് ഇവളെ 2ാമത് കെട്ടിക്കാൻ വലിയ ആഗ്രഹം, പക്ഷെ അവളത് സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു സാറിനെ വിളിച്ച് പറ, ഇവന്മാർ ഇനി ഒരു കുഞ്ഞുങ്ങളെ ചതിക്കല്, ഇവനൊക്കെ വിശ്വാസികളാണെന്നും പറഞ്ഞാൽ നമ്മളൊക്കെ. പക്ഷെ എന്റെ മോള് സാറ് പറഞ്ഞാലോ അവിടെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്, അവൾ ഈ ചതി വീണില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് വീഴണ്ടായിരുന്നു. അവൾ ഇച്ചിരി പഠിത്തം വേണ്ടതുകൊണ്ട് അവള് പറഞ്ഞു എനിക്ക് 8ാം ക്ലാസ് വരെ പഠിച്ചതിനൊന്നും വേണ്ട, എനിക്ക് കെട്ടേണ്ട സമയമാകുമ്പോൾ ഞാൻ കെട്ടിക്കോ. പിന്നെ അവള് പിന്നെ വേദോത്സവം എന്ന് പറയുന്ന ഒരു സാധനയെ കൈകൊണ്ടെടുത്തിട്ടില്ല. അവള് മെനഞ്ഞാന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല അമ്മ, നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടോ നമ്മുടെ അച്ഛന് ഇങ്ങനെ ആയിപ്പോയത്. അത് കണ്ടോ, അതിന്റെ ഒരു എക്സ്ട്രീം എൻഡിലേക്ക് പോയത് കണ്ടോ. അവരുടെ ദൈവവിശ്വാസം തന്നെ തകർക്കുന്നതിന് യുവമാരല്ലേ കാരണമായത്. ആ കുട്ടിയെ എങ്ങനെ കുറ്റം പറയും? പറ്റത്തില്ല. അവിടെ നോക്കുമ്പോൾ ഇത് വേദപുസ്തകം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ഇത് സംഭവിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കുന്നു പറഞ്ഞ് സ്വാഭാവികമായിട്ട് പേടിച്ചു. അങ്ങനെയുള്ള ആ വിശ്വാസത്തിൽ നിന്ന് തന്നെ അവള് മാറിപ്പോയി. ഇപ്പൊ ഞാൻ ഒരു മോളായി 1 വയസ്സായി. അപ്പൊ ഞാൻ പറയും മോളെ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കുക. നമ്മൾ വേണ്ട അവക്ക് വരാനുള്ളത് നല്ലതും ചീത്ത എല്ലാം അവിടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകും. ഒരിക്കലും ഞാൻ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കത്തില്ല. ഇവന്മാർ ഈ പൈശാചികന്മാരെ മനസ്സിലാക്കുക. ഈ പൈശാചികന്മാർ ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പൈശാചികദാസന്മാരാണ്. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ദൈവത്തിന്റെ പേരില് ഈ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഈ കള്ളപ്രവാചകന്മാർ യുവമാര് ദൈവദാസന്മാർ എന്ന പേരില് ഈ സാത്താന്റെ ദാസന്മാരെ യുവമാർ ഇതുപോലെ ആളുകളിലേക്ക് ഇറങ്ങി അവരെ നശിപ്പിച്ച് അവരുടെ കുടുംബം നശിപ്പിച്ച് അവസാനം ആരും വിശ്വാസത്തിലല്ലാതാക്കി. ഞാൻ ഇപ്പൊ മോനെ ഇങ്ങനെ വിളിച്ച് പറയണം, ഒത്തിരി പേരുണ്ട് മോനെ എങ്ങനെയാലും അന്വേഷിക്കുക. ആരെങ്കിലും എല്ലാരും പേടിച്ചാ പറയാ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ യാതൊരു കാരണവശാലും ചിലന്തി വലകെട്ടി കാത്തിരിക്കുന്ന ഇതുപോലെയുള്ള പൈശാചിക കൂട്ടായ്മകളിൽ പോകരുത്. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുകയും വരുത്. പോയാൽ ഇതുപോലെ നിങ്ങളുടെ മനസ്സമാധാനം തകരും, സ്വസ്ഥതയും പോകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.